കർത്താവിന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മിഷൻ സാഗസിറ്റിയുടെ ഭാഗമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കുവാൻ ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം ഇട നൽകിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സൂമിൽ കൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതുല്യമായ നാമത്തിൽ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. വിശേഷിച്ച് ശുശ്രൂഷകളിൽ ഏർപ്പെട്ട പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവർക്കും അതുപോലെ മനോഹരമായ ഗാനം ആലപിച്ച പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുകയാണ്. മനോഹരമായ ഒരു ഗാനം നമുക്ക് കേൾക്കുവാൻ ദൈവം നൽകി. ദൈവം അവരെ വിശേഷാൽ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്ക് ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ആയിരിക്കാം. കഴിഞ്ഞ ക്ലാസ്സില് വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ സംക്ഷിപ്ത രൂപമായിട്ട് 2-3 വാചകങ്ങളിൽ ഞാൻ പറഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ ഗ്രന്ഥകാരനെ കുറിച്ച് ആദ്യം പറഞ്ഞു. ഗ്രന്ഥകാരൻ ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ള ബാഹ്യ തെളിവുകളെ കുറിച്ച് ആദ്യം പറഞ്ഞു. രണ്ടാമത് അത് യോഹന്നാൻ എഴുതിയെന്നുള്ളത് പറഞ്ഞുവെങ്കിൽ തന്നെയും ആന്തരികമായ തെളിവുകളെ കുറിച്ച് പറഞ്ഞു. തുടർന്ന് ആർക്ക് വേണ്ടി എഴുതിയെന്ന് പറഞ്ഞു. അതിനുശേഷം എഴുതിയ സന്ദർഭത്തെ കുറിച്ച് ഞാൻ വിവരിക്കുകയുണ്ടായി. തുടർന്ന് പത്മോസ് ദ്വീപിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം എഴുതിയ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു, എവിടെ വെച്ച് എഴുതിയെന്ന് പറഞ്ഞു. എഴുത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ച് പറഞ്ഞു. ഇന്ന് ഞാൻ ആദ്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ പൊതു സ്വഭാവത്തെ കുറിച്ചാണ്. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിലെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സുകൾ വേദപുസ്തകം പഠിക്കുന്ന, വെളിപ്പാട് പുസ്തകം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ സാധാരണക്കാർക്കും, വേദപുസ്തകം പഠിക്കുന്ന വേദ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വരുംകാല തലമുറയ്ക്ക് എപ്പോഴും പ്രയോജനപ്പെടണം എന്നുള്ള നിലയിൽ ആണ് ഈ ക്ലാസ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ എല്ലാവർക്കും ഒരുപോലെ ഇനിയുള്ള 1-2 ക്ലാസ്സുകൾ സുഗമമായി തോന്നുകയില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് ഇത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന കാലങ്ങളിൽ ഇത് പഠിപ്പിക്കാനും മറ്റുമൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ആദ്യം പറയാൻ പോകുന്നത് പൊതു സ്വഭാവത്തെ കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ പൊതു സ്വഭാവം. വെളിപ്പാട് പുസ്തകം പ്രകാശ സാഹിത്യം അല്ലെങ്കിൽ അപ്പോകലിപ്റ്റിക് ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്ന ഇനത്തിൽ ഉൾപ്പെട്ടതാണ്. വെളിപ്പാട് എന്നതിന് ഗ്രീക്കിൽ അപ്പോകലിപ്സിസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് ഇംഗ്ലീഷ് പദം അപ്പോകലിപ്സ് എന്ന പദം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോകലിപ്സിസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം മറ നീക്കുക, അടപ്പു മാറ്റുക എന്ന അർത്ഥമാണുള്ളത്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ വിഷയങ്ങൾ മറ നീക്കി നമുക്ക് കാണിക്കുന്ന നിലയിൽ ഓരോ രംഗങ്ങളായിട്ട് വിവരിച്ചിരിക്കുകയാണ്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ അപ്പോകലിപ്സിസ് എന്ന പദത്തിന് മറ നീക്കുക എന്നാണല്ലോ അർത്ഥം. ഞാൻ പറഞ്ഞല്ലോ, ഈ നാടകങ്ങളും മറ്റുമൊക്കെ നടക്കുമ്പോൾ ഓരോ രംഗം
അകത്ത് തയ്യാറാക്കി ആളുകളെല്ലാം അതിന് സജ്ജമായി റെഡിയായി അത് അവതരിപ്പിക്കുവാനായിട്ട് തയ്യാറായി കഴിയുമ്പോൾ ഓഡിയൻസിനെ കാണത്തക്ക നിലയിൽ പതുക്കെ കർട്ടൻ ഇങ്ങനെ നീക്കി കാണിക്കും. ഇതുപോലെ വെളിപ്പാട് പുസ്തകത്തിലെ ഓരോ രംഗങ്ങളും മറ നീക്കി കാണിച്ച് ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ഒരു നാടകത്തിലെ ഓരോ രംഗങ്ങൾ മാറി മാറി കാണുന്നത് എങ്ങനെയാണോ അതുപോലെ വേണം വെളിപ്പാട് പുസ്തകത്തിലെ ഓരോ രംഗങ്ങളും നമ്മൾ കണ്ട് പഠിച്ച് പോകുവാൻ. അപ്പോ വെളിപ്പാട് പുസ്തകം പ്രകാശ സാഹിത്യത്തിൽ പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ദൈവത്തിന്റെ വെളിപ്പാടിനെ ഭാവി കാലവുമായി പ്രകീർത്തിക്കുന്ന ധാരാളം എഴുത്തുകൾ AD BC 200-നും AD 100-നും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുള്ള കൃതികളെ പൊതുവെ വെളിപ്പാട് സാഹിത്യങ്ങൾ എന്നാണ് അറിയപ്പെട്ടത്. ഏത് മുതലെന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിലെ ഒടുവിലത്തെ പ്രവാചകനാണ് മലാഖി. മലാഖിയുടെ പ്രവചനത്തിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്ന കാലയളവ് വരെ 400 വർഷത്തെ ഇടവേളയുണ്ട്. ഈ 400 വർഷത്തെ ഇടവേളയിൽ നാം ചരിത്രം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രവാചകന്മാർ മലാഖിയുടെ കാലശേഷം പിന്നെ യേശുക്രിസ്തുവിന്റെ കാലഘട്ടം വരെ അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ വരെ ഇടയ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രസ്താവിക്കുകയോ പ്രവാചകന്മാരെ ദൈവം അയക്കുകയോ ചെയ്യാത്ത ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ യഹൂദന്മാർ ബാബേൽ പ്രവാസത്തിലേക്ക് പോയി. അതിനുശേഷം മേദ്യപാർഷ്യ കാലയളവിലേക്ക് പോയി. പിന്നെ ഗ്രീസ് സാമ്രാജ്യം വന്നു. അതിനുശേഷം റോമാ സാമ്രാജ്യത്തിൽ കൂടെ കടന്നുപോയി. റോമാ സാമ്രാജ്യത്തിൽ കൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തില് പുതിയ നിയമത്തിന് ഇടയ്ക്കുള്ള 400 വർഷത്തിന് ഇടയ്ക്ക് ആ കാലയളവിൽ പല പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ BC 200-നും AD 100-നും ഇടയിൽ ഒരുപാട് പുസ്തകങ്ങൾ, പ്രകാശ സാഹിത്യപരമായിട്ടുള്ള വെളിപ്പാട് പുസ്തകം പോലുള്ള പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് ഇപ്പോൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പുസ്തകങ്ങളെയൊക്കെ ചേർത്ത് വെളിപ്പാട് സാഹിത്യങ്ങൾ എന്ന് പറയാറുണ്ട്. അപ്പൊ അതിൽ നിന്നും വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യത്യാസത്തെ കുറിച്ച് ഞാൻ പിന്നാലെ സൂചിപ്പിക്കും. അതായത് ഇസ്രായേലിനുണ്ടായ പീഡയിൽ നിന്ന് ആവിർഭവിച്ചതാണ് ഇത്തരത്തിലുള്ള സാഹിത്യങ്ങൾ എന്നുള്ളത് ഓർക്കണം. അതായത് ബാബിലോണിയൻ പ്രവാസകാലം കഴിഞ്ഞു. പേർഷ്യ, ഗ്രീസ്, റോം ഈ സാമ്രാജ്യത്തിൽ കടന്നു പോന്നു. പിന്നെ മക്കാബിയരുടെ കാലം എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായി. ഈ കാലഘട്ടത്തിലൊക്കെ യഹൂദജാതി അനുഭവിച്ച പീഡകളെയും വ്യതകളെയും അടിസ്ഥാനപ്പെടുത്തി അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള സാഹിത്യങ്ങളെയാണ് പ്രകാശ സാഹിത്യങ്ങൾ അല്ലെങ്കിൽ വെളിപ്പാട് സാഹിത്യങ്ങൾ എന്നറിയപ്പെട്ടത്. വെളിപ്പാട് സാഹിത്യത്തിൽ രൂപക ഭാഷ ഉപയോഗിക്കുന്നതിനാൽ പ്രതിപാദന രീതിയിൽ ഗൂഢാർത്ഥം അന്തർഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നോഹ, ഹാനോക്ക്, മോശ, എസ്ര, യെശയ്യാവു ആദിയായിട്ടുള്ള പ്രമുഖന്മാരുടെ പേരിലാണ് ഈ സാഹിത്യ ഗ്രന്ഥങ്ങളൊക്കെയും തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതായത് ഞാൻ പറഞ്ഞ ഈ കാലയളവിൽ എഴുതപ്പെട്ടിട്ടുള്ള പ്രകാശ സാഹിത്യ ഗ്രന്ഥങ്ങൾ മറ്റ് പലരുടെയും പേരിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എഴുതിയ ആളിന്റെ പേരല്ല അതിൽ കൊടുത്തിട്ടുള്ളത്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ
മുഖ്യമന്ത്രി ഒരു പുസ്തകം എഴുതിയാൽ തീർച്ചയായിട്ടും അത് എന്താണോ അകത്തുള്ളത് കാതലായിട്ടുണ്ടായാലും ഇല്ലെങ്കിലും അത് ഇന്ത്യ മഹാരാജ്യത്തിൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാര് അത് വായിക്കും. നമ്മുടെ പ്രധാനമന്ത്രി മോദി അദ്ദേഹം ഒരു പുസ്തകം എഴുതിയാൽ തീർച്ചയായിട്ടും ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ആളുകൾ മാത്രമല്ല വേൾഡിലുള്ള ആളുകൾ അത് വായിക്കും. അപ്പോൾ നമ്മുടെ മോദി അവരുടെ പേരിൽ ഇപ്പോൾ കേരളത്തിലുള്ള ഒരാളൊരു പുസ്തകം എഴുതിയിട്ട് മോദി എന്നുള്ള അദ്ദേഹത്തിന്റെ പേര് വെച്ച് പ്രസിദ്ധീകരിച്ചാൽ അത് സാർവത്രികമായിട്ട് പ്രചാരം ലഭിക്കും എന്നുള്ളത് കൊണ്ട്, അതുപോലെ ഈ പഴയ നിയമ കാലഘട്ടത്തിന്റെ ഒടുവിലും പുതിയ നിയമ കാലഘട്ടത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിലും ഓരോരുത്തര് പല പുസ്തകങ്ങൾ പലരും എഴുതിയിട്ട് പ്രസിദ്ധന്മാരായിട്ടുള്ള, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഹാനോക്ക്, നോഹ, മോശ, എസ്ര, യെശയ്യാവ് തുടങ്ങിയ പ്രവാചകന്മാരുടെയും പ്രമുഖന്മാരുടെയും പേരിൽ ചേർത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ പലതും അക്കാലത്ത് സാഹിത്യ കൃതികളായി നിലനിന്നിരുന്നു. അപ്പോ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ നിലനിന്നിരുന്നു. ഇവയാണ് വെളിപ്പാട് സാഹിത്യങ്ങൾ എന്നറിയപ്പെടുന്നത്. അതൊന്നും ഒറിജിനൽ അല്ല എന്നുള്ളത് നാം ഓർത്തിരിക്കണം. അന്ത്യകാല ശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളാണ് ഈ സാഹിത്യ ഗ്രന്ഥങ്ങളിലെ മുഖ്യ വിഷയം. അങ്ങനെ ഉണ്ടാകപ്പെട്ട മറ്റ് ഗ്രന്ഥങ്ങളെ സഭ ദൈവനിശ്വസ്ത ഗ്രന്ഥങ്ങളായിട്ട് ആ കാലത്ത് അംഗീകരിച്ചിരുന്നില്ല. അവ കേവലം സാഹിത്യ കൃതികൾ എന്നുള്ള നിലയിൽ മാത്രമേ കരുതിയിരുന്നുള്ളൂ. വെളിപ്പാട് സാഹിത്യ ഗ്രന്ഥങ്ങളിൽ ഒന്നിലും, അതായത് അക്കാലത്തുണ്ടായിട്ടുള്ള വെളിപ്പാട് സാഹിത്യങ്ങൾ, അതായത് 1-ാം നൂറ്റാണ്ടിലുള്ളതാണ് ഞാൻ പറയുന്നത്, ഇതിൽ ഒന്നിലും തന്നെ യേശുക്രിസ്തുവിന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും കുറിച്ച് രേഖപ്പെടുത്തി കാണുന്നില്ല എന്നുള്ളത് ഓർക്കണം. വെളിപ്പാട് സാഹിത്യ ഗ്രന്ഥങ്ങളിൽ യഥാർത്ഥ എഴുത്തുകാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേവലം തൂലിക നാമങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ബൈബിൾ വെളിപ്പാട് സാഹിത്യം. അപ്പോൾ ബൈബിളിലെ വെളിപ്പാട് സാഹിത്യത്തെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്കറിയാം, ദാനിയേലും യോഹന്നാനും അവരുടെ ഗ്രന്ഥത്തിൽ വ്യക്തമായി പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവചന ഗ്രന്ഥമാണ് ദാനിയേൽ. പ്രവചനമാണ് പ്രവചന പുസ്തകങ്ങളുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. ആ ദാനിയേൽ പ്രവചനത്തിൽ പ്രവാചകൻ ആരാണ് എഴുതിയതെന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ അവസാനത്തെ പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിൽ ആരാണ് എഴുതിയെന്ന് കൃത്യമായിട്ട് എഴുത്തുകാരൻ ആരെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതര പുസ്തകങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് വിശുദ്ധ ബൈബിളിലെ വെളിപ്പാട് സാഹിത്യം എന്നുള്ളത്. ഇതോടുള്ള ബന്ധത്തിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ അതിന്റെ വ്യത്യാസത്തെ കുറിച്ച് പറയാനായിട്ട് പോവുകയാണ്. ഒന്ന്, വെളിപ്പാട് സാഹിത്യം യഹൂദ വിശ്വാസികളാണ് എഴുതിയതെങ്കിലും, അതായത് വെളിപ്പാട് പുസ്തകമല്ല, വെളിപ്പാട് സാഹിത്യങ്ങളിൽപ്പെട്ട കൃതികൾ യഹൂദ വിശ്വാസികളാണ് എഴുതിയതെങ്കിലും അവ ദൈവാത്മ പ്രേരിതങ്ങൾ ആയിരുന്നില്ല. രണ്ട്, ഗ്രന്ഥകാരന്മാർ തൂലിക നാമങ്ങളാണ് അവരുടെ കൃതികളിൽ ഉപയോഗിച്ചിരുന്നതെന്ന് ഓർക്കണം. എന്നാൽ ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുത്തുകാരൻ ആരെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ല, യോഹന്നാൻ എന്ന് കാണിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, വെളിപ്പാട് പുസ്തകത്തില് രൂപക ഭാഷ അല്ലെങ്കിൽ സിംബോളിക് ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും സൃഷ്ടിയിൽ നിന്നും സാദൃശ്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ എടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രൂപക അലങ്കാര പ്രയോഗങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന്
മിക്കവാറും അതേ വേദഭാഗം കൊണ്ട് തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. ഇനി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്, വെളിപ്പാട് പുസ്തകത്തിലെ രൂപകങ്ങളെ 3ആയി തരംതിരിക്കാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിച്ച് പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും മറ്റേത് പുസ്തകത്തെക്കാളും ഈസി ആയിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന്. എന്നാൽ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഇത്രയും പഠിക്കാൻ പ്രയാസമുള്ള ഒരു പുസ്തകം ഇല്ലെന്നാണ്. എന്നാൽ തീർച്ചയായിട്ടും വളരെ ലളിതമായി നമുക്കിത് പഠിക്കാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയോടുകൂടെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എന്നെയും പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിച്ചാൽ. അപ്പോൾ ഈ പുസ്തകത്തിലെ രൂപകങ്ങളെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. 1, പുസ്തകത്തിൽ തന്നെ അർത്ഥം വെളിപ്പെടുത്തപ്പെട്ടവ. അതായത് പറയുന്ന ഭാഗത്തോ അടുത്ത അധ്യായങ്ങളിലോ ആ പുസ്തകത്തിൽ തന്നെ അതിൻ്റെ അർത്ഥം വെളിപ്പെടുത്തപ്പെട്ടവ ഒരു കൂട്ടം. 2, ബൈബിളിലെ ഇതര ഭാഗങ്ങളിൽ അർത്ഥം വെളിപ്പെടുത്തപ്പെട്ടവ. അവിടെ തന്നെ അല്ല എങ്കിലും ചിലപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ദാനിയേൽ പ്രവചനത്തിലും മറ്റും വെളിപ്പെടുത്തി തന്നിട്ടുണ്ടാകും. അപ്പൊ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ബൈബിളിലെ ഇതര ഭാഗങ്ങളിൽ അർത്ഥം വെളിപ്പെടുത്തപ്പെട്ടവ. 3, അർത്ഥം വിശദമാക്കാതെ വിട്ട് കളഞ്ഞവ. ആ വേദഭാഗത്തോ മറ്റോ നിലയിലോ അർത്ഥം വിശദമാക്കാതെ വിട്ടുകളഞ്ഞ രൂപകങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലെ രൂപകങ്ങളെ 3ആയിട്ട് തരംതിരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അത് ഒറ്റ വാക്കിൽ 3 വാചകങ്ങളിലായിട്ട് വീണ്ടും പറയുകയാണ്. 1, പുസ്തകത്തിൽ തന്നെ അർത്ഥം വെളിപ്പെടുത്തപ്പെട്ടവ. 2, ബൈബിളിലെ ഇതര ഭാഗങ്ങളിൽ അർത്ഥം വെളിപ്പെടുത്തപ്പെട്ടവ. 3, അർത്ഥം വിശദമാക്കാതെ വിട്ടുകളഞ്ഞവ. ഇനി ചില ഭാഗങ്ങളിൽ രൂപകങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുന്നതിന് വായനക്കാരുടെ ബുദ്ധി ഉപയോഗിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള 2 വേദഭാഗങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. വെളിപ്പാട് പുസ്തകം 13:18 അവിടെ ഇങ്ങനെ വായിക്കുന്നു: ബുദ്ധിയുള്ളവൻ, അതായത് വെളിപ്പാട് 13:18, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യന്റെ സംഖ്യ അത്രേ, അതിന്റെ സംഖ്യ 666. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ജ്ഞാനബുദ്ധി കൊണ്ട് ആവശ്യം, 18-ാം വാക്യം ആദ്യം, ജ്ഞാനബുദ്ധി കൊണ്ട് ആവശ്യം, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചില ഭാഗങ്ങളിൽ രൂപകങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുന്നതിന് വായനക്കാർ തങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി 17:9 കൂടെ നോക്കാം. വെളിപ്പാട് പുസ്തകം തന്നെ 17:9. ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട്, തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അപ്പൊ ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ചിലത് ജ്ഞാനബുദ്ധി ഉപയോഗിച്ച്, സൂക്ഷ്മബുദ്ധി ഉപയോഗിച്ച് പഠിക്കേണ്ട ഭാഗങ്ങളും വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗങ്ങൾ വരുമ്പോൾ നമുക്ക് അതിന്റെ വിശദീകരണം മനസ്സിലാക്കാവുന്നതാണ്. ഈ പുസ്തക പഠനത്തിന് ദാനിയേൽ പ്രവചനം പുസ്തകത്തിന്റെ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദാനിയേൽ പ്രവചനം കൂടെ വന്ന് വായിക്കുന്നത് നല്ലതാണ്. അല്ല എങ്കിൽ ദാനിയേൽ പ്രവചനത്തിലുള്ള ഭാഗങ്ങൾ ഈ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ എല്ലാം വിശദീകരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. വിശദീകരിച്ചാൽ വെളിപ്പാട് പുസ്തകം കുറഞ്ഞപക്ഷം 1 വർഷം കൊണ്ട് എനിക്ക് പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് അനേക വർഷങ്ങൾ പഠിപ്പിച്ചാലും തീരത്തില്ല. അതുകൊണ്ട് അല്പം സ്പീഡിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ.
അപ്പൊ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത് ഇതിലെ രൂപകങ്ങളെ മൂന്നായിട്ട് തിരിക്കാം എന്നാണ്. ഇനി ഞാൻ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ പുസ്തകത്തിലെ ഒരുവിധ സവിശേഷതകൾ. ഇതിൽ പല വിധത്തിലുള്ള സവിശേഷതകൾ ഈ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇനി പറയുന്ന ആ ഗണത്തെ ഒരുവിധ സവിശേഷത എന്ന് പറയുന്നത്. അത് ഒന്ന്, ഇതിൽ 7 നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 1:16 7 നക്ഷത്രങ്ങൾ. 1:20 അത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നക്ഷത്രങ്ങൾ എന്നുള്ളത് ആലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുന്നത് 7 ദൂതന്മാരെ കാണിക്കുന്നു. അടുത്ത് 7 നിലവിളക്കുകളെ കുറിച്ച് കാണിക്കുന്നു. നോക്കണം, രൂപകാലങ്കാര പ്രയോഗങ്ങൾ. 7 നിലവിളക്കുകൾ 1:13. അതിന്റെ അർത്ഥം 1:20 കാണുന്നു 7 സഭകളെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 7 നിലവിളക്കുകൾ 7 സഭകളാണെന്ന് കൃത്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. 2:17 മറഞ്ഞിരിക്കുന്ന മന്ന എന്ന് കാണുന്നു. അത് ക്രിസ്തുവിനെ അവന്റെ മഹത്വത്തെ കാണിക്കുകയാണ്. പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 16:33, 34, അതുപോലെ എബ്രായർ 9:4 ആ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിശദീകരിക്കുന്നില്ല. മറ്റൊരു കാര്യം, ഉദയ നക്ഷത്രം 2:28 ഉദയ നക്ഷത്രം എന്ന പേര് കാണും. അത് 22 വെളിപ്പാട് 22:16 പഠിക്കുമ്പോഴും 2 പത്രോസ് 1:19 വായിക്കുമ്പോഴും ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത് ഉദയ നക്ഷത്രം. വെളിപ്പാട് പുസ്തകം 4:5 7 ദീപങ്ങളെ കുറിച്ച് കാണിക്കുന്നു. 7 ദീപങ്ങൾ. അതിന്റെ വ്യാഖ്യാനം കൃത്യമായിട്ട് നമുക്ക് യെശയ്യാവ് 11:2 വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ 7 വിധ സ്വഭാവങ്ങളെ കുറിച്ച് കാണിക്കുന്നു. അപ്പോൾ 7 ദീപങ്ങൾ എന്നുള്ളത് ദൈവത്തിന്റെ 7 വിധ സ്വഭാവങ്ങളെ കുറിച്ചെന്ന് യെശയ്യാവ് 11:2 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ 7 കണ്ണുകൾ എന്ന് കാണുന്നു. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ഒപ്പിയെടുക്കുക. ഈ മെസ്സേജ് തന്നെ നിങ്ങൾക്ക് പിന്നെ നേരം ഇത് വീണ്ടും കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് വെളിപ്പാട് പുസ്തകം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ 7 കണ്ണുകൾ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് വെളിപ്പാട് പുസ്തകം 5:6 ദൈവത്തിന്റെ 7 ആത്മാക്കളെ കാണിക്കുന്നു. അപ്പൊ 7 കണ്ണുകൾ നമുക്ക് കാഴ്ചയ്ക്കുള്ളതാണ്. 7 എന്നുള്ളത് പൂർണ്ണസംഖ്യയാണ്. ദൈവത്തിന്റെ 7 കണ്ണുകൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അപ്പോ വെളിപ്പാട് പുസ്തകം 5:6 ദൈവത്തിന്റെ 7 ആത്മാക്കളെ കുറിച്ച് കാണുന്നു. അപ്പോ 7 ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒരാത്മാവേ ഉള്ളൂ, പരിശുദ്ധാത്മാവല്ലാതെ വേറൊരു ആത്മാവില്ല. പക്ഷെ 7 എന്നുള്ളത് പൂർണ്ണസംഖ്യയെ കാണിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് സകലിടത്തിൽ വ്യാപിച്ചിരിക്കുന്നു, സർവ്വവ്യാപിയാണ്. ദൈവത്തിന്റെ ആത്മാവിനെ കാണാതെ അല്ലെങ്കിൽ മറികടന്ന് ഒന്നും ചെയ്യുവാൻ ആർക്കും കഴിയയില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അനേക വിഷയങ്ങൾ രൂപക അലങ്കാരത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് വ്യക്തമാക്കി കൊടുത്തിട്ടുള്ളതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ അത് നമ്മൾ വകതിരിച്ച് പഠിച്ച് എടുത്താൽ മാത്രം മതി. അപ്പൊ ഇപ്പൊ ഞാൻ ഒടുവിൽ പറഞ്ഞത് ഈ പുസ്തകത്തിലെ ഒരുവിധ സവിശേഷതകളെ കുറിച്ചാണ്. അടുത്ത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വ്യാഖ്യാനം സംബന്ധിച്ച 4 വിധ അഭിപ്രായങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ വെളിപ്പാട് പുസ്തകത്തില് എത്ര തരത്തിലുള്ള വ്യാഖ്യാന രീതികളുണ്ടെന്നോ ക്രൈസ്തവർ എത്ര തരത്തിലുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചോ സാധാരണക്കാർക്കൊന്നും ഒരു പിടിയില്ല. എന്നാൽ സാധാരണക്കാരും അത് അറിഞ്ഞിരിക്കണം. 4 വിധ വ്യാഖ്യാനങ്ങളാണ് പരമ്പരാഗതമായി ക്രൈസ്തവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ വ്യാഖ്യാനം അത് പ്രീറ്ററിസ്റ്റ് വ്യാഖ്യാനം അല്ലെങ്കിൽ പ്രീറ്ററിസ്റ്റ് വ്യൂ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ 4 വ്യാഖ്യാനങ്ങളിൽ ഒന്നാമത്തത് പ്രീറ്ററിസ്റ്റ് വ്യൂ
അല്ലെങ്കിൽ പ്രീടെറിസ്റ്റ് വ്യാഖ്യാനം. ഭൂതകാലം എന്നർത്ഥമുള്ള പ്രീറ്റർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് പ്രീടെറിസ്റ്റ് എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്. അതായത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളിൽ ഒരു കൂട്ടം 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രത്തിൽ നടന്നു നിറവേറി എന്നാണ് ഈ വ്യാഖ്യാനം. അപ്പോൾ പ്രീടെറിസ്റ്റ് വ്യാഖ്യാനം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മിക്കവാറും എല്ലാം 1-ാം നൂറ്റാണ്ടിൽ നിറവേറി കഴിഞ്ഞതാണ്. ഇനി ഭാവിയിൽ അത് വലുതായിട്ട് നിറവേറാനായിട്ട് ഒന്നും ഇല്ല എന്നുള്ള ഒരു വ്യാഖ്യാനം. ഇതിന്റെ വിശദമായിട്ടുള്ള ഒരു പഠനമൊന്നും നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ ഈ വ്യാഖ്യാനം പിൻപറ്റുന്ന പ്രമുഖന്മാരായിട്ടുള്ള ആളുകൾ ചിലരുടെ പേര് പറയാം. മോസസ്, അതുപോലെ സ്റ്റുവാർട്ട്, ഗോട്ടിയാസ്, ഹാമൻഡ്, അതുപോലെ സാമുവൽ ഡേവിഡ്സൺ എന്ന് പറയുന്ന പ്രമുഖന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ള വ്യാഖ്യാനം പിൻപറ്റുന്നവരാണ്. നമ്മുടെ നാട്ടിലും സമുദായത്തിൽപ്പെട്ട പലരും ഒക്കെ ഈ തരത്തിൽ ഉള്ള വ്യാഖ്യാനം അവലംബിക്കുന്നവരാണ്. അതായത് പ്രീടെറിസ്റ്റ് വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും തന്നെ ആ കാലഘട്ടത്തിൽ മറ്റുമൊക്കെ നടന്നു കഴിഞ്ഞു, അത് ഇനി ഭാവിയിലൊന്നും നടക്കാനുള്ളതല്ല എന്നുള്ള ഒരു വ്യാഖ്യാനം. അപ്പോ ഈ വ്യാഖ്യാനം തെറ്റാണ്. മറുപടി, ഈ വ്യാഖ്യാനം അംഗീകാരമല്ല. ഒരു പ്രവചന ഗ്രന്ഥം എന്നുള്ള നിലയിൽ വെളിപ്പാട് പുസ്തകം എല്ലാ കാലത്തുള്ള മനുഷ്യർക്കും കൂടെ വേണ്ടിയാണ് രചിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു പ്രവചന ഗ്രന്ഥം എന്ന നിലയിൽ ഈ ഗ്രന്ഥത്തിന്റെ അവകാശവാദത്തെ ഈ വ്യാഖ്യാന ആളുകൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ശരിക്കുള്ള വ്യാഖ്യാനം അല്ല. എന്താണ് തെളിവ്? ഈ പുസ്തകം തന്നെ 1:3 നമ്മൾ എന്താ വായിക്കുന്നത്? അത് ഇപ്പോ വിശദീകരിക്കുന്നില്ല, വായിക്കുക മാത്രം ചെയ്യുന്നു. ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ, സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതേ കാര്യം തന്നെ വെളിപ്പാട് പുസ്തകം 22:7-ലും 10-ലും നമ്മൾ കാണുന്നു. അപ്പോ ഈ കാര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള വ്യാഖ്യാനം തീർച്ചയായിട്ടും തെറ്റാണ്. അതുകൊണ്ട് പ്രീടെറിസ്റ്റ് വ്യാഖ്യാനം അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് ഞാൻ പറയുകയാണ്. രണ്ടാമത്തെ വ്യാഖ്യാനം ആധ്യാത്മിക വ്യാഖ്യാനം എന്ന് പറയും. സ്പിരിച്വൽ ഓർ ഐഡിയലിസ്റ്റ് വ്യൂ എന്ന് പറയും. അപ്പൊ രണ്ടാമത്തെ വ്യാഖ്യാനം ആധ്യാത്മിക വ്യാഖ്യാനം. ഈ വ്യാഖ്യാനത്തിന്റെ ഉപജ്ഞാതാക്കൾ അലക്സാണ്ട്രിയൻ പിതാക്കന്മാരായ ക്ലമന്റ്, ഓറിജിൻ തുടങ്ങിയവരാണ്. ഇവരൊക്കെ സഭാ തലത്തിൽ സഭാപിതാക്കന്മാരിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള ആളുകളാണ്. അക്കാലത്തെ ആ കാലഘട്ടത്തിലെ പ്രമുഖന്മാരും വളരെ വലിയ തിയോളജിയന്മാരുമാണ്. അപ്പൊ അങ്ങനെ ഉള്ളവരൊക്കെ ആ കാലഘട്ടത്തിൽ ഈ തരത്തിലുള്ള വ്യാഖ്യാനം ചെയ്യാൻ അതേ ലോകം അംഗീകരിക്കുകയുള്ളൂ. അങ്ങനെ അംഗീകരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ. അപ്പൊ രണ്ടാമത്തെ വ്യാഖ്യാനം ആധ്യാത്മിക വ്യാഖ്യാനം. അപ്പൊ ആ വ്യാഖ്യാനത്തിന്റെ ഉപജ്ഞാതാക്കളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതായത് ക്ലമന്റ്, ഓറിജിൻ തുടങ്ങിയ പിതാക്കന്മാർ. അതിനോടുള്ള ബന്ധത്തിൽ അവരുടെ വ്യാഖ്യാനത്തിന്റെ അപാകതകളോട് പറഞ്ഞു പോകാം. സഹസ്രാബ്ദ വിരുദ്ധ മനോഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതായത് വെളിപ്പാട് പുസ്തകത്തിൽ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അക്ഷരീയമായ 1000 ആണ്ട് വാഴ്ച. ഇതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല, തലയിൽ കയറുന്നില്ല. അപ്പോ അവർക്ക് അതൊക്കെ തെറ്റാണ്. അതായത് സഹസ്രാബ്ദ വിരുദ്ധ മനോഭാവമാണ് അവർക്കുണ്ടായിരുന്നത്. അടുത്ത് അവരുടെ വ്യാഖ്യാനത്തിന്റെ മറ്റൊരു പ്രത്യേകത, അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതെല്ലാം അന്യോപദേശമായിട്ട് അവര് വ്യാഖ്യാനിച്ചു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം അത് തെറ്റാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചത് കൊണ്ട് വല്ല അർത്ഥമുണ്ടോ? നമുക്കെല്ലാം മനസ്സിലാവണമെന്നുണ്ടോ? വേദോത്സവം പഠിക്കുന്ന ഇന്നത്തെ വേദ പണ്ഡിതന്മാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. വേദപുസ്തകത്തിലെ ഒരു ചെറിയ വിദ്യാർത്ഥിയായ എനിക്ക് തന്നെ അറിഞ്ഞൂടാത്ത എത്രയോ കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലുണ്ടാകും. നമുക്കൊക്കെ തന്നെ അറിഞ്ഞൂടാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ തെറ്റാണെന്ന് വ്യാഖ്യാനിച്ചാൽ എങ്ങനെ ഇരിക്കും?
അതൊരിക്കലും ശരിയല്ല. പിന്നെ ഓരോരുത്തരും വെളിപ്പാട് പുസ്തകത്തിലെ രൂപകങ്ങളും ദൃഷ്ടാന്തങ്ങളും അവരവർക്ക് ബോധിച്ചതുപോലെ വ്യാഖ്യാനിച്ചതിനാൽ ഈ ഗ്രന്ഥത്തിൽ നിന്നും സഭയ്ക്ക് ഖണ്ഡിതമായ ഒരു ദൂത് ആ കാലഘട്ടത്തിൽ മനുഷ്യന് ലഭിച്ചിരുന്നില്ല. വിശദീകരിക്കുന്നില്ല. എന്നാൽ ആ കാലഘട്ടത്തിലുള്ള ജെറോം അഗസ്റ്റിൻ, സെന്റ് അഗസ്റ്റിൻ എന്ന സഭാപിതാക്കന്മാർ ഈ ആധ്യാത്മിക വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിൽ അല്പം ഭേദഗതി വരുത്തി അവരത് സ്വീകരിച്ചിരുന്നു. ഇനി മില്ലഗൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറഞ്ഞ കാര്യം കൂടി ഞാൻ ഓർപ്പിക്കാം. നന്മ അന്തിമമായി വിജയിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഈ ഗ്രന്ഥം എല്ലാ കാലത്തുമുള്ള വിശ്വാസികൾക്ക് ധൈര്യവും വിശുദ്ധിയും സന്തോഷവും നൽകുന്നു. അതാണ് സത്യം. അപ്പോൾ ഈ ആധ്യാത്മിക വ്യാഖ്യാനം തെറ്റാണ്. എന്നാൽ ഈ ഒടുവിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയട്ടെ. ഈ പുസ്തകം നന്മ അന്തിമമായി വിജയിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഈ ഗ്രന്ഥം എല്ലാ കാലത്തുമുള്ള വിശ്വാസികൾക്ക് ധൈര്യവും വിശുദ്ധിയും സന്തോഷവും നൽകുന്ന ഒരു ഗ്രന്ഥമായിട്ടിരിക്കുന്നു. അപ്പൊ 2 വ്യാഖ്യാനത്തെ കുറിച്ച് ഞാൻ ഇപ്പൊ പറഞ്ഞു. 4 ഉള്ളത്. അതിൽ പ്രീട്രീസ്റ്റ് വ്യാഖ്യാനം തെറ്റാണ്. 2 ആധ്യാത്മിക വ്യാഖ്യാനം, അതും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഈ ആധ്യാത്മിക വ്യാഖ്യാനത്തിന്റെ അപാകത 1-2 വാക്കുകളിലൊന്ന് പറയാം. വെളിപ്പാട് പുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാണെന്നും നേരത്തെ പറഞ്ഞല്ലോ, 1-3-22-7-10 ക്രിസ്തുവിന്റെ പുനരാഗമനവും അനന്തര കാര്യങ്ങളും അത് ചൂണ്ടിക്കാണിക്കുന്നു എന്ന സത്യം ഈ വ്യാഖ്യാതാക്കൾ പൂർണ്ണമായി വിട്ടുകളഞ്ഞിരിക്കുകയാണ്. 3-ാമത്തെ വ്യാഖ്യാനം, അതായത് തുടർമാന ചരിത്ര വ്യാഖ്യാനം, കണ്ടിന്യൂസ് ഹിസ്റ്റോറിക്കൽ വ്യൂ, തുടർമാന ചരിത്ര വ്യാഖ്യാനം. അതായത് അപ്പോസ്തലിക കാലം മുതൽ അവസാന കാലം വരെയുള്ള ചരിത്രത്തെ പ്രവചന രൂപേണ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് ഈ വ്യാഖ്യാനം. അപ്പോൾ തുടർമാന ചരിത്ര വ്യാഖ്യാനം എന്നാണ് 3-ാമത്തെ വ്യാഖ്യാന രീതിയിൽ പറയുന്നത്. അതിൽ അവർ വിശ്വസിക്കുന്നത് അപ്പോസ്തലിക കാലം മുതൽ ഇനി അവസാനം വരെയുള്ള ചരിത്രത്തെ പ്രവചന രൂപേണ ഇതിൽ ചരിത്രമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു എന്നാണ് ഈ വ്യാഖ്യാനം. ഈ വ്യാഖ്യാനം അംഗീകരിച്ച ചിലര് നവീകരണ കാലഘട്ടത്തിൽ പോപ്പിനെയും കത്തോലിക്ക സഭയെയും അന്തിക്രിസ്തുവായിട്ട് ചിത്രീകരിച്ചു. അതുമാത്രമല്ല, വിക്ലിഫ്, ലൂതർ, അതുപോലെ ജോസഫ് സ്മിത്ത്, ഐസക് ന്യൂട്ടൺ, എലിയട്ട്, ആൾഫോർഡ് ഇവരൊക്കെ തന്നെ ഈ വ്യാഖ്യാന രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. അപ്പോൾ 3-ാമത്തെ വ്യാഖ്യാന രീതി തുടർമാന ചരിത്ര വ്യാഖ്യാനം. അതിന്റെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞതാണ്, ഒന്നുകൂടെ പറയാം. അപ്പോസ്തലിക കാലം മുതൽ ഇനി അവസാനം വരെയുള്ള ചരിത്രത്തെയാണ് അവിടെ ബൈബിളിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്നാണ്. അതിലെ പ്രമുഖന്മാരായിട്ടുള്ള ആളുകൾ അവലംബിച്ചവരെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി ഇതിന്റെ അപാകതയെ കുറിച്ച് പറയാം. അതായത് വെളിപ്പാട് പുസ്തകത്തിലെ രൂപകങ്ങളും സാദൃശ്യങ്ങളും വ്യത്യസ്ത രീതിയിലാണ് ഈ വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് ആ വ്യാഖ്യാനവും തെറ്റാണ്. വാൽവുഡ് പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വളരെ വലിയൊരു വേദ പണ്ഡിതനാണ്, അമേരിക്കയിലുള്ള ഒരു വേദ പണ്ഡിതനാണ് വാൽവുഡ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ അതിന്റെ ഒരു കൊട്ടേഷൻ പറയാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഓരോ വ്യാഖ്യാതാവിന്റെയും കാലത്തെയും സാഹചര്യത്തെയും അടിസ്ഥാനമാക്കി വെളിപ്പാട് പുസ്തകത്തിന്റെ 50ഓളം വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉടലെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചരിത്ര സംഭവങ്ങൾ നിർണയിക്കുന്നതിനുള്ള വൈവിധ്യം ഈ വ്യാഖ്യാനത്തിന്റെ ബലഹീനത വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഈ വ്യാഖ്യാനം തെറ്റാണ്. കേവലം ചരിത്രമായിട്ട് ഇങ്ങനെയുള്ള നിലയിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 3-ാമത്തെ വ്യാഖ്യാനമായ
തുടർമാന ചരിത്ര വ്യാഖ്യാനം അതും തെറ്റാണ്. നാലാമത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ഭാവിപരമായ വ്യാഖ്യാനം അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റ് വ്യൂ എന്ന് പറയും. ആധുനിക കാലത്ത് വരെ പ്രചാരം സൃഷ്ടിച്ചിട്ടുള്ള ഒരു രീതിയാണ് ഇത്, ഭാവിപരമായ വ്യാഖ്യാനം. അതായത് വെളിപ്പാട് പുസ്തകം 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിലെ സംഭവങ്ങൾ ഭാവിയിൽ നിറവേറാനുള്ളതാണെന്ന് ആണ് ഈ പഠനത്തില് അല്ലെങ്കിൽ ഈ വ്യാഖ്യാനത്തില് പറയുന്നത്. ഒന്നുകൂടെ പറയാം. വെളിപ്പാട് പുസ്തകത്തില് ആദ്യത്തെ 1, 2, 3 അധ്യായങ്ങളിൽ സഭകളുടെ ദൂതാണ്. അത് കഴിഞ്ഞിട്ട് 4 മുതൽ 22 വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭാവിയിൽ നിറവേറാനുള്ളതാണെന്ന് പഠിപ്പിക്കുന്ന വ്യാഖ്യാനമാണ് ഭാവിപര വ്യാഖ്യാനം, 4ാമത്തെ വ്യാഖ്യാനം. ഈ വ്യാഖ്യാനം അനുസരിച്ച് ക്രിസ്തുവിന്റെ പുനരാഗമനം, സഹസ്രാബ്ദ വാഴ്ച, പൊതുവാന ഭൂമി എന്നിവയുടെ ബന്ധത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണ് ഈ അധ്യായങ്ങളിലൊക്കെയും പറഞ്ഞിരിക്കുന്നതെന്നാണ് വ്യാഖ്യാനിക്കുന്നത്. ഇങ്ങനെ വ്യാഖ്യാനിച്ച വ്യാഖ്യാതാക്കളിൽപ്പെട്ടവരാണ് ജെ.എൻ. ഡാർബി, ന്യൂട്ടൺ, ആൻഡേഴ്സൺ, അതുപോലെ ഗാബലിൻ, വാൾട്ടർ സ്കോട്ട്, സ്കോഫീൽഡ്, ക്ലാറൻസ് ലാർക്കിൻ, അയൺസൈഡ്, വാൾവുഡ്, പെന്റിക്കോസ്റ്റ് എന്ന് പറയുന്ന ദൈവദാസൻ. അപ്പോ ഇങ്ങനെ കഴിഞ്ഞ കാലയളവിൽ ജീവിച്ചിരുന്ന വലിയ വലിയ വേദശാസ്ത്രജ്ഞന്മാരെല്ലാം ഭാവിപരമായ വ്യാഖ്യാനം ആണ് സ്വീകരിച്ചിട്ടുള്ളത്. കേരളക്കരയിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ ആമുഖം നേരത്തെ ഉള്ള ആദ്യത്തെ ക്ലാസ് ഞാൻ പറഞ്ഞതുപോലെ ആ സെന്റൻസുകൾ ഒന്നുകൂടെ പറയട്ടെ. കേരളക്കരയിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആദ്യ കാലഘട്ടത്തിൽ 1945-46 കാലയളവിലാണ് സൈമൺ സാർ കടന്നു പോകുന്നത്. 1881 അദ്ദേഹം ജനിക്കുന്നത്. അപ്പോ ആ കാലഘട്ടം മുതൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ന് വെളിപ്പാട് പുസ്തകത്തിലെ പഠനങ്ങൾ ലഭിച്ചിട്ടുള്ളതുപോലുള്ള പഠനങ്ങളൊന്നും ലഭിച്ചിട്ടില്ലാത്ത കാലയളവിൽ അദ്ദേഹമാണ് വേദപുസ്തകം പഠിച്ചിട്ട് വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിൽ ഒരു വിശദീകരണം നൽകി പഠിപ്പിക്കുവാനായിട്ട് ആരംഭം കുറിച്ചത്. അപ്പോൾ കേരളക്കരയിൽ ഉള്ള ഈ പ്രവചന വിഷയങ്ങളിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആയിട്ടുള്ള എല്ലാവരും തന്നെ ഭാവിപരമായ വ്യാഖ്യാന രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഡാർബി, ന്യൂട്ടൺ, സ്കോഫീൽഡ്, ക്ലാറൻസ് ലാർക്കിൻ തുടങ്ങിയവരും കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അയൺസൈഡ്, വാൾവുഡ്, പെന്റിക്കോസ്റ്റ് ഇവരുടെയൊക്കെ വിശുദ്ധമായ പുസ്തകങ്ങളും മറ്റുമൊക്കെ എൻ്റെ കയ്യിൽ ചിലതെല്ലാം ഉണ്ട്. ഞാനത് പരിശോധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, അപ്പോ ഈ വ്യാഖ്യാനമാണ് നമ്മളും അവലംബിക്കുന്നത്. കഴിഞ്ഞ കാലയളവിൽ നേരത്തെ ജീവിച്ചിരുന്ന വിവിധ പെന്തക്കോസ് ബ്രദറൻ സഭകളിൽ ഉണ്ടായിരുന്ന ഭക്തന്മാരും പണ്ഡിതന്മാരുമായിട്ടുള്ള ആളുകൾ ഒക്കെയും തന്നെ അവലംബിച്ചിരുന്നത് ഈ വ്യാഖ്യാനമാണ്. ആ തരത്തിലുള്ള ഭാവിപരമായ വ്യാഖ്യാന രീതിയാണ് നമ്മളും അവലംബിക്കാൻ പോകുന്നത്. മറ്റുള്ള വ്യാഖ്യാന രീതികൾ തെറ്റാണ് എന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഒടുവിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. വ്യാഖ്യാനം സംബന്ധിച്ച് 4 തരത്തിലുള്ള രീതികളാണുള്ളത്. 1 പ്രീടെറിസ്റ്റ് വ്യാഖ്യാനം, അത് തെറ്റാണ്. 2 ആധ്യാത്മിക വ്യാഖ്യാനം, അത് തെറ്റാണ്. 3 തുടർമാന ചരിത്ര വ്യാഖ്യാനം, അത് തെറ്റ്. 4 ഭാവിപരമായ വ്യാഖ്യാനം. അപ്പൊ ഭാവിപരമായ വ്യാഖ്യാനമാണ് നമ്മൾ അവലംബിക്കുന്നത്. ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് ഈ പുസ്തകത്തിലെ ചില പ്രത്യേകതകളെ കുറിച്ചാണ്. ധാരാളം പ്രത്യേകതകളുണ്ട്. ചിലത് നമുക്ക് പെട്ടെന്ന് നോക്കാം. 1, ഈ പ്രത്യേകതകളോടുള്ള ബന്ധത്തിൽ ഒരു 13 പ്രത്യേകതകളുണ്ട്. അത്രയെങ്കിലും വേഗത്തിൽ പറഞ്ഞ് തീർക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. 1, പഴയ നിയമത്തിൽ നിന്നും വ്യക്തമായ ഉദ്ധരണികൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇല്ല എങ്കിലും ഭാഷാശൈലിയും പ്രതിരൂപങ്ങളും
പഴയ നിയമത്തിൽ നിന്ന് എടുത്തതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിശദീകരിക്കാനായിട്ടുള്ള സമയം പോരാത്തത് കൊണ്ട് ഞാൻ കമ്പി വാചകങ്ങൾ പോലെ പറഞ്ഞ് മാത്രം മുമ്പോട്ട് പോവുകയാണ്. മിക്കവാറും എല്ലാ പഴയ നിയമ ഭാഗങ്ങളും പരാമർശിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം, സങ്കീർത്തനങ്ങൾ, യെശയ്യാവ്, ഇരമ്യാവ്, എസെക്കിയേൽ, ദാനിയേൽ എന്നീ പുസ്തകങ്ങളാണ് കൂടുതൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 278 വ്യക്തമായ പഴയ നിയമ പരാമർശനങ്ങൾ ഉണ്ടെന്നാണ് വേദ പണ്ഡിതന്മാർ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, പഴയ നിയമം കൂടാതെ വെളിപ്പാട് പുസ്തകം പഠിക്കുവാനായിട്ട് കഴിയുകയില്ല. പഴയ നിയമ പുസ്തകങ്ങളിൽപ്പെട്ട ഈ വെളിപ്പാട് പ്രവചന പ്രവചനങ്ങളും വിശേഷാൽ ദാനിയേൽ പ്രവചനത്തെ കുറിച്ചുള്ള രൂപരേഖ ഇല്ല എങ്കിൽ വെളിപ്പാട് പുസ്തകം പഠിച്ചാൽ അങ്ങനെയുള്ളവർക്ക് ഒരു പിടിയും കിട്ടുകയില്ല. അപ്പൊ ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇനി ആവർത്തിക്കുന്നില്ല. 2, ഈ ഗ്രന്ഥം പഠിക്കുവാൻ ഞാൻ നേരത്തെ പറഞ്ഞ വാചകം ഒന്നുകൂടെ പറയുന്നു. ദാനിയേൽ പ്രവചനത്തെ കുറിച്ചുള്ള അറിവ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് പിന്നെയും നിങ്ങളോട് പറയുന്നു, ഈ നാളുകളിൽ ദാനിയേൽ പ്രവചനം വെറുതെ നിങ്ങളൊന്ന് 1-2 വട്ടം വായിക്കാൻ വേണ്ടി ശ്രമിക്കണം. ദാനിയേൽ ഉപയോഗിച്ച അനേക രൂപകങ്ങൾ യോഹന്നാൻ വെളിപ്പാടിൽ ആവർത്തിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ ഞാനത് ആവർത്തിച്ച് പറയുന്നതാണ്. ബാബിലോൺ, മേദ്യ, പേർഷ്യ, ഗ്രീസ്, റോമ എന്നീ 4 രാജ്യങ്ങളെ പറ്റിയാണ് പ്രധാനമായിട്ടും ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ റോമാ സാമ്രാജ്യത്തിന്റെ അന്ത്യഘട്ടമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. മൂന്നാമത്തെ പ്രത്യേകത, ദാനിയേൽ പ്രവചനത്തിൽ 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ 70ാമത്തെ അല്ലെങ്കിൽ 70ാമത്തെ ആഴ്ചവട്ടത്തെ കുറിച്ച് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ദാനിയേൽ യഹൂദനെയും പുറജാതിയെയും കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ വെളിപ്പാടിൽ ഈ 2 കൂട്ടരെ കൂടാതെ ദൈവസഭയെ കുറിച്ചും എഴുതിയിട്ടുള്ളതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഇനി വെളിപ്പാടിൽ ഈ ദാനിയേൽ പ്രവചനവും തമ്മിലുള്ള വേറൊരു വ്യത്യാസം, ദാനിയേൽ പ്രവചനത്തിൽ 12-ന്റെ 8-9 വാക്യം വായിക്കുമ്പോൾ മുദ്രയിടപ്പെട്ട പുസ്തകമായിട്ട് കാണുന്നു. മുദ്രയിടാൻ വേണ്ടി പ്രവാചകനോട് ദൈവം പറയുന്നതായിട്ട് കാണുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം 1-3, 22-ന്റെ 10 വായിക്കുമ്പോൾ അത് മുദ്രയിടുവാനല്ല, തുറക്കപ്പെട്ട പുസ്തകമായിട്ട് എല്ലാവരും വായിച്ചു മനസ്സിലാക്കേണ്ട തുറന്ന പുസ്തകമായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് നമ്മൾ കാണുന്നത്. 4, ഉൽപ്പത്തി പുസ്തകത്തോടുള്ള സാമ്യം, അതായത് ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവുമായിട്ടുള്ള ഒരുപാട് സാമ്യമുണ്ട്. അതും നമ്മൾ ഇതില് പഠനത്തിന് വിധേയമാക്കുന്നത് നല്ലതാണ്. അതില് വിശദീകരിക്കാനായിട്ട് നിർവാഹമില്ല. എന്നാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 1, ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ ആകാശവും ഭൂമിയും നമ്മൾ കാണുന്നു. പിന്നെ ഭൂമി പാഴ്ശൂന്യമായി തീർന്നു, പാപത്താൽ ഈ ഭൂമി ശപിക്കപ്പെട്ടു നമുക്കറിയാം. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഒടുവിലത്തെ ആകാശവും ഭൂമിയും നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. 2-ാമത്തെ കാര്യം, അവിടെ ഭർത്താവും ഭാര്യയും ആദാമും ഹവ്വയും നമ്മൾ കാണുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ഒടുവിൽ കുഞ്ഞാടും കാന്തയും കാണുന്നു. കുഞ്ഞാടും കാന്തയും. ഉൽപ്പത്തിയിൽ ആദാമും ഹവ്വയും, വെളിപ്പാടിൽ കുഞ്ഞാടും കാന്തയും. 3-ാമത്, ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ പർദീസ ആദി മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പർദീസ തിരികെ കിട്ടുന്നു. 4, ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം പ്രവേശിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പാപം നീക്കപ്പെടുന്നു. 5, ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു,
സാത്താൻ ജയിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ സാത്താൻ പരാജിതനായി തോറ്റ് തുന്നം പാടി അവൻ അഗാധത്തിലേക്ക് പോകുന്നു. 6, പാപത്താൽ മരണം ലോകത്തിൽ കടക്കുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ മരണത്തിന്റെ അന്ത്യം നമ്മൾ കാണുന്നു. 7, പാപത്താൽ ശാപം പ്രവേശിക്കുന്നു. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ശാപം മാറി കിട്ടുന്നു. 8ാമത്തെ കാര്യം, ഉൽപ്പത്തി പുസ്തകത്തിൽ സന്ധ്യയായി ഉഷസ്സുമായി രാത്രിയായി പ്രഭാതമായി 1-ാം ദിവസം 2-ാം ദിവസം ഒന്ന് പോകുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ രാത്രി ഇല്ലാതെയാകുന്നു. 9ാമത്, പാപത്താൽ രോഗവും കഷ്ടവും കണ്ണുനീരും ലോകത്തിലുണ്ടായി. അപ്പൊ കണ്ണുനീർ ആരംഭിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ. വെളിപ്പാട് പുസ്തകത്തിൽ കണ്ണുനീർ തുടയ്ക്കുന്നു. ഈ കാര്യങ്ങളെ കുറിച്ച് മാത്രം ഒരു ക്ലാസ് എടുക്കേണ്ടതാണ്. പക്ഷേ ഞാനത് വേഗത്തിൽ പറഞ്ഞ് പഠിതാക്കൾക്ക് വിട്ട് പോവുകയാണ്. നിങ്ങൾക്കത് നോട്ട് ലഭിക്കുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബ് വഴി കേട്ട് പിന്നെയും ആവർത്തിച്ച് പഠിക്കാവുന്നതാണ്. 5ാമത്, ഇത് സംഖ്യകളുടെ പുസ്തകമാണ്. സംഖ്യകളുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ 7 എന്ന സംഖ്യ ഈ പുസ്തകത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അതിന്റെ റെഫറൻസ് ഞാനിപ്പോ പറയുന്നില്ല, ഞാൻ ഭാഗം മാത്രം പറഞ്ഞു പോവുകയാണ്. 7 എന്നുള്ള സംഖ്യ കൊണ്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1, 7 സഭകൾ. 2, 7 നിലവിളക്ക്. 3, 7 നക്ഷത്രം. 4, 7 ദൂതന്മാർ. 5, 7 ആത്മാക്കൾ. 6, 7 മുദ്രകൾ. 7, 7 കാഹളങ്ങൾ. 8, 7 ഇടി. 9, 7 തലയും 7 രാജമുടികൾ. 10, 7 ദൂതന്മാർ. 11, 7 ക്രോധകലശങ്ങൾ. 12, 7 മല. 13, 7 ഭാഗ്യവർണ്ണന. 14, 7 സംഖ്യ വിട്ടിട്ട് 12നെ കുറിച്ച് പറയുന്നു. ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ. 15, ഓരോ ഗോത്രത്തിൽ നിന്ന് 12,000 വീതം 144,000. 16, വിശുദ്ധ നഗരത്തിൽ 12 ഗോപുരങ്ങൾ, 12 അടിസ്ഥാനങ്ങൾ, 12 അപ്പോസ്തലന്മാർ, 12 മുത്ത്, ജീവവൃക്ഷത്തിന്റെ 12 വിധ ഫലം, പിന്നെ 666 സംഖ്യ. ഇങ്ങനെ സംഖ്യകൾ കൊണ്ട് നിറഞ്ഞ ഒരു പുസ്തകമായിട്ട് ഇരിക്കുന്നു. ഇതും ഈ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. 6ാമത്തെ പ്രത്യേകത, ഇത് യേശുക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ വെളിപ്പാടാണ്. ഈ പുസ്തകം യേശുക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ വെളിപ്പാട് 1:1 വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. അതായത് ക്രിസ്തുവിന്റെ സ്വഭാവം, പ്രവർത്തനം, മഹത്വം എന്നിവ ഈ പുസ്തകത്തിൽ ധാരാളമായി വിളങ്ങിക്കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിന്റെ സ്വഭാവം അടിസ്ഥാനമാക്കിയുള്ള പല പേരുകൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചിലത് ഞാനൊന്ന് പ്രസ്താവിക്കാം. യേശു എന്ന പേരുണ്ട്, ക്രിസ്തു, കർത്താവ്, വചനം, ആൽഫ, ഒമേഗ, നാഥൻ, കുഞ്ഞാട്, സിംഹം, യഹൂദഗോത്രത്തിലെ സിംഹം, ഉദയനക്ഷത്രം, ഇങ്ങനെയൊക്കെ ഉള്ള ക്രിസ്തുവിന്റെ സ്വഭാവം അടിസ്ഥാനമാക്കിയുള്ള പല പേരുകൾ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പഠിതാക്കൾക്ക് രൂപപ്പെടുത്തി ഓരോ പ്രസംഗങ്ങളായിട്ട് പ്രസംഗിക്കാവുന്നതാണ്. ക്രിസ്തുവിന്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് 3 കാര്യങ്ങൾ കാണുവാൻ കഴിയും. അതായത് ക്രിസ്തു സഭയെ ശാസിക്കുന്നു. വെളിപ്പാട് പുസ്തകം 7 സഭകളുടെ ദൂതിനെ കുറിച്ച് പഠിക്കുമ്പോൾ സഭകളെ ഓരോന്നിനെ ശാസിക്കുന്നതായിട്ട് കാണുന്നു. 2, യഹൂദനെ ഉദ്ധരിക്കുന്നു. 3, ലോകത്തെ ന്യായം വിധിക്കുന്നു. ഇത് ക്രിസ്തുവിന്റെ പ്രവർത്തനത്തോട് ബന്ധത്തിൽ 3 തലത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും. അടുത്ത് ക്രിസ്തു താഴെ പറയുന്ന ചില കാര്യങ്ങളുടെ കേന്ദ്രമായിട്ടിരിക്കുന്നു. 1, സഭ. വെളിപ്പാട് പുസ്തകം 1:1 മുതൽ 3 അധ്യായങ്ങളിൽ സഭയെ കുറിച്ച് പറയുന്നു. ക്രിസ്തു സഭയുടെ കേന്ദ്രമായിട്ട് അവിടെ നമ്മൾ കാണുന്നു. 2, 4, 5 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിലെ കേന്ദ്ര പുരുഷനായ കർത്താവിനെ കുറിച്ചും കുഞ്ഞാടിനെ കുറിച്ചും ഒക്കെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ സ്വർഗത്തിലെ കേന്ദ്രം പുരുഷൻ ക്രിസ്തു. തുടർന്ന് വെളിപ്പാട് പുസ്തകം
19 മുതൽ 20-15 വരെ പഠിക്കുമ്പോൾ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ചും, സഹസ്രാബ്ദ വാഴ്ചയിൽ ക്രിസ്തു യെരുശലേമിനെ കേന്ദ്രമാക്കി രാജാതി രാജാവായി കർത്താതി കർത്താവായിട്ട് ഭരണം നടത്തുന്നു. അടുത്ത് ഇനി ഇപ്പോഴുള്ള നിലയിൽ ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് 3 തലങ്ങളിൽ പറയാനായിട്ട് സാധിക്കും. അതായത് ക്രിസ്തു ഇന്നലെ പ്രവാചകനായിരുന്നു, ഇന്ന് അവൻ നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്തു ഭാഗത്ത് പക്ഷപാതം ചെയ്യുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്നു. നാളെ മധ്യാകാശത്തിൽ അവൻ മണവാളനായിട്ട് വരുന്നു. കർത്താവിന്റെ വരവിന് 2 ഘട്ടമുണ്ടല്ലോ. അവൻ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ രാജാവായിട്ട് വരുന്നു. അപ്പോൾ ഇന്നലെ അവൻ പ്രവാചകനായിരുന്നു, ഇന്ന് അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്നു. നാളെ മധ്യാകാശത്തിൽ വരുമ്പോൾ അവൻ മണവാളനായിട്ട് വരും, ഭൂമിയിലേക്ക് വരുമ്പോൾ രാജാവായിട്ട് അവൻ വരികയാണ്. അത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് അതെല്ലാം കാണുവാനായിട്ട് സാധിക്കും. പെട്ടെന്ന് മുൻപോട്ട് പോകാം. 7-ാമത്തെ കാര്യം, സ്തോത്രഗീതവും ആരാധനയും ഈ പുസ്തകത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ദുഷ്ടലോകത്തെ ന്യായവിധി നടത്തുന്ന ഓരോ സന്ദർഭത്തിലും സന്തോഷത്തിന്റെയും സ്തോത്രത്തിന്റെയും ധ്വനി കേൾക്കുവാനായിട്ട് സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഈ ദുഷ്ടലോകത്തെ ന്യായവിധി നടത്തുന്ന ഓരോ രംഗങ്ങളുണ്ട്. ആ രംഗങ്ങളിലൊക്കെയും സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കുന്നതും സ്തുതി സ്തോത്രങ്ങൾ ഉയർത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്രകാരമുള്ള ഏകദേശം 20 സ്തോത്രഗീതങ്ങൾ ശരിക്കും പഠിക്കുകയാണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കണ്ടെത്തുവാൻ കഴിയും. ദൈവത്തെയും കുഞ്ഞാടിനെയും ആരാധിക്കുന്നതിനും വീണ്ടെടുക്കപ്പെട്ടവരും ദൂതന്മാരും പ്രകൃതിയും ഒത്തുചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന രംഗം നമുക്ക് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 7-ാമത്തെ പ്രത്യേകത, സ്തോത്രഗീതവും ആരാധനയും ഈ പുസ്തകത്തിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട്. 8-ാമത്തെ പ്രത്യേകത, അതായത് ചരിത്രത്തിന്റെ പരിണിത ഫലങ്ങളിലൂടെ വെളിപ്പാടെന്ന നിലയിൽ ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതായത് ചരിത്രത്തിന്റെ പരിണിത ഫലങ്ങളുടെ വെളിപ്പാടെന്ന നിലയിൽ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതായത് സത്യവും അസത്യവും, നന്മയും തിന്മയും, നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശദീകരിക്കാതെ പറഞ്ഞ സെന്റൻസ് ഞാൻ ഒന്നുകൂടെ പറയാം. ഇന്ന് ലോകത്തിൽ സത്യവും അസത്യവും, നന്മയും തിന്മയും, നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടം. നമുക്കറിയാം, ഇന്ന് നീതി ലഭിക്കുന്നുണ്ടോ? ഇന്ന് കൊള്ളയും കൊലയും കൊള്ളിവയ്പും അതുപോലെ കവർച്ചകളും എന്തെല്ലാം ലോകത്തിൽ നടക്കുന്നു. നീതി ലഭിക്കുന്നുണ്ടോ? തെറ്റ് ചെയ്യുന്നവർ പലരും ശിക്ഷിക്കപ്പെടുന്നില്ല, തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ സത്യവും അസത്യവും, നന്മയും തിന്മയും, നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യവും നീതിയും അന്ത്യത്തിൽ വിജയിക്കുമെന്ന് ഈ ഗ്രന്ഥം തെളിയിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രന്ഥത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട്, നമ്മളിത് പഠിക്കേണ്ടത് ആണ്. 9-ാമത്തെ പ്രത്യേകത, ഈ ഗ്രന്ഥത്തിന്റെ ഘടനയെ കുറിച്ച് പറയുകയാണ്. അതായത് ബൈബിളിൽ വിഭജനം നൽകിയിരിക്കുന്ന ഏക ഗ്രന്ഥം ഇതാണ്. അതായത് വേദപുസ്തകം പഠിക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. വെളിപ്പാട് പുസ്തകം പഠിക്കുവാൻ ഇതെങ്ങനെ വിഭജിച്ച് പഠിക്കും എന്നൊക്കെ പറയുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ വാസ്തവത്തിൽ വിഭജനം നൽകിയിരിക്കുന്ന ദൈവം തന്നെ ഇത് എങ്ങനെ വിഭജിച്ച് പഠിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഏക ഗ്രന്ഥം വെളിപ്പാട് പുസ്തകമാണ്. 1:19 നമ്മളത് വ്യക്തമായിട്ട് കാണുന്നു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. അതായത് അവിടെ ഇങ്ങനെ വായിക്കുന്നു: നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിപ്പാനുള്ളതും എന്നാണ്. അപ്പൊ യോഹന്നാൻ എന്താ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനി സംഭവിക്കാനുള്ളത്. എത്ര ഭംഗിയായിട്ട് വിഭജിച്ചിരിക്കുന്നു. അത് വിഭജിച്ചതിന്റെ രീതി അനുസരിച്ച് നമ്മൾ പഠിച്ചാൽ മതി. പഠിക്കുവാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പൊ നീ കണ്ടത്, യോഹന്നാൻ കണ്ടതെന്താ? 1:10 മുതൽ 20 വരെ 7 നിലവിളക്കുകളുടെ മധ്യത്തിൽ
മാറത്ത് പൊൻകച്ച കെട്ടിയവനായി നിൽക്കുന്ന മനുഷ്യപുത്രനായ കർത്താവിന്, മഹത്വധാരിയായ കർത്താവിന്. പിന്നെ ഇപ്പോൾ ഉള്ളത്, യോഹന്നാൻ എഴുതുമ്പോൾ ഇപ്പോൾ ഉള്ളത് എന്താ? 7 സഭയ്ക്കുള്ള ദൂത്. അത് കേവലം ആ കാലത്തുള്ളവർക്ക് മാത്രമല്ല, ഈ കർത്താവിന്റെ വരവ് വരെയുള്ള 7 കാലഘട്ടത്തിലുള്ള ആളുകൾക്കും വേണ്ടിയാണ്. അപ്പൊ ഇപ്പൊ ഉള്ളത് എന്താ? കർത്താവിന്റെ വരവ് വരെ സഭ. ഇനി ഭാവിയിൽ സംഭവിക്കാനുള്ളത്, അതായത് ഇനി സംഭവിക്കാനുള്ളത് എന്താ? സഭ എടുത്തുകൊള്ളപ്പെടുക, തുടർന്ന് ദൈവത്തിന്റെ പരിപാടി. അതാണ് വെളിപ്പാട് പുസ്തകം 4:1 മുതൽ 22:5 വരെ പറഞ്ഞിരിക്കുന്നത്. വേഗത്തിൽ പറയട്ടെ, 2-3 കാര്യങ്ങളൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം. 10. ഈ പ്രവചനത്തിന്റെ വാക്കുകൾ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും, അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ എന്ന് പറയുന്നു. ആ 10ാമത്തെ പോയിന്റ് ഞാൻ ഒടുവിൽ പറയാം. 11. ഈ പുസ്തകത്തിന്റെ മുഖവരിയിൽ അനുഗ്രഹവും ആശംസിക്കുന്നത് പോലെ തന്നെ ഈ പുസ്തകത്തിന്റെ ഉപസംഹാരത്തിലും അനുഗ്രഹം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. 12. ഈ പുസ്തകം ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് യോഹന്നാൻ എഴുതിയതാണ്. 1:11 വായിക്കുമ്പോൾ കാണാൻ കഴിയും. ദൈവം പ്രത്യേകമായിട്ട് കൽപ്പിച്ചെഴുതിയ ഒരു പുസ്തകമാണ്. അപ്പൊ ആ പുസ്തകത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. 13. പഴയ നിയമത്തിലെ 27ാമത്തെ പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. പുതിയ നിയമത്തിലെ 27ാമത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകമെന്നും ഓർത്തിരിക്കുക. ഇനി എഴുത്തുകാരന്മാരെ കുറിച്ചുള്ള ഒരു വാക്കൂടെ നോക്കാം. ദാനിയേൽ പ്രവചനത്തിലെ എഴുത്തുകാരനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലിനെ ആണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകം എഴുതാൻ ദൈവം ഉദ്ദേശിച്ചതാരാ? പ്രിയ ശിഷ്യനായ യേശു കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, രഹസ്യങ്ങളെ പങ്കുവച്ച ആ ശിഷ്യനാണ് രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പോ അത് മാത്രമല്ല, ദാനിയേൽ പ്രവചനം എഴുതപ്പെടുന്നത് ഏകദേശം 90 വയസ്സ് കഴിഞ്ഞിട്ടാണ്. വളരെ വൃദ്ധനായ ശേഷമാണ്. വെളിപ്പാട് പുസ്തകം എഴുതിയതോ 96 വയസ്സായതിനു ശേഷമാണ്. യോഹന്നാൻ അപ്പോസ്തലന് ഏകദേശം 96 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് വെളിപ്പാട് പുസ്തകം എഴുതുന്നത്. അപ്പോൾ 13 പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു. അതിനെ ആവർത്തിച്ച് പറയാൻ ഇപ്പോൾ നമ്മൾ സമയം അനുവദിക്കുന്നില്ല. അതിൽ 10ാമത്തെ പ്രത്യേകത ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് വെളിപ്പാട് പുസ്തകം 1:3 നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. പ്രിയമുള്ളവരെ, ഈ വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിൽ മറ്റേത് പുസ്തകത്തിൽ നിന്നും ഒരു പടിയുടെ വ്യത്യസ്തമായിട്ട് ഭാഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് പഠിക്കുന്നവരോടുള്ള ബന്ധത്തിൽ. നോക്കുക, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവനും. അപ്പോ ഇത് വായിച്ചു കേൾക്കുന്നവൻ, അതുപോലെ വായിക്കുന്നവൻ, കേൾപ്പിക്കുന്നവൻ, എല്ലാവരും ഭാഗ്യവാന്മാരാണ്. അതായത് പ്രവചനത്തിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവർ, കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് അനുസരിക്കുന്നവരും. നോക്കുക, ഈ പുസ്തകം വായിക്കണം, വായിച്ച് മറ്റുള്ളവരെ കേൾപ്പിക്കണം. അപ്പോ വായിക്കുന്നവർ ഭാഗ്യവാന്മാര്, അത് കേൾക്കുന്നവർ ഭാഗ്യവാന്മാര്, കേൾപ്പിക്കുന്നവർ ഭാഗ്യവാന്മാര്, അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാര്. അപ്പോ അത്രമാത്രം ഭാഗ്യകരമായ ഒരു പുസ്തകമായിട്ട് വെളിപ്പാട് പുസ്തകം പറയുന്നു, വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് പഠിക്കുവാൻ വരുന്ന ദിവസങ്ങളിൽ ദൈവം നമുക്ക് അവസരം തരികയാണെങ്കിൽ അത് ഏറ്റവും ഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളെയും അക്കമിട്ട് കൃത്യമായിട്ട് നമ്മൾ വെളിപ്പാട് പുസ്തകം കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ പുസ്തകം എന്നാൽ മാത്രമല്ല, വേദപുസ്തകം നമ്മൾ വായിക്കാറുണ്ടോ? വായിക്കുന്നത് ഭാഗ്യമാണ്. വേദപുസ്തകം വായിച്ചാലുള്ള ഗുണം, പ്രിയമുള്ളവരെ, പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് മനുഷ്യന് ബുദ്ധി വർദ്ധിക്കുവാൻ ബൈബിൾ വായിക്കണമെന്ന് ലോക മനുഷ്യർ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. ബൈബിൾ വായിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ബൈബിൾ ശരിക്കും മലയാളം ബൈബിൾ വായിച്ചാൽ മലയാള ലാംഗ്വേജ് നിങ്ങൾക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാം. ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾ വായിക്കൂ, ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബൈബിൾ വായിച്ചാൽ ഭാഗ്യം എന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ഭാഗ്യമുണ്ട്. ഒന്ന്, ഭാഷാജ്ഞാനം നമുക്കുണ്ടാകും.
2, നമുക്ക് അറിവുണ്ടാവും. 3, ദൈവത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാവും, ദൈവജ്ഞാനമുണ്ടാകും. എല്ലാ തരത്തിലും നമ്മൾ അറിവുള്ളവരായിത്തീരും. ഇനി വേദപുസ്തകം പഠിക്കുമ്പോൾ ഞാൻ അങ്ങനെയുള്ള വിഷയങ്ങൾ എനിക്ക് വരുന്നില്ല എങ്കിലും വേദപുസ്തകം വായിച്ച് പഠിച്ചാണ് അനേക ശാസ്ത്രജ്ഞന്മാർ പല കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള എത്ര കാര്യങ്ങൾ പറയാൻ സാധിക്കും അറിയാമോ? വേദപുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കേൾക്കുകയാണെങ്കിൽ വേദപുസ്തകം വായിച്ചാൽ നിങ്ങളെപ്പോലെ അറിവുള്ളവരാരും കാണത്തില്ല. വേദപുസ്തകം എല്ലാ മനുഷ്യർക്കും ബുദ്ധി നൽകുന്നു, ജ്ഞാനം നൽകുന്നു, വിവേകം നൽകുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾക്ക് ബുദ്ധിയില്ലയോ, വേദപുസ്തകം വായിക്കുക. നിങ്ങൾക്ക് അതായത് ശലോമോൻ പറയുന്നു, എന്താ, യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. ദൈവഭക്തിയോട് വേദപുസ്തകം വായിക്കും, നിങ്ങൾക്ക് ബുദ്ധി ലഭിക്കും, ജ്ഞാനം ലഭിക്കും, അറിവ് ലഭിക്കും, പ്രത്യാശ ലഭിക്കും, ദൈവമാനായി തീരുവാൻ സാധിക്കും, ലോകത്തിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കാൻ സാധിക്കും. എന്തെല്ലാം ഭാഗ്യങ്ങളാണ്! അതുകൊണ്ട് ഈ പുസ്തകം വരുന്ന ദിവസങ്ങളിൽ ആ നിലയിൽ പഠിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ സമയം ഒത്തിരി കടന്നുപോയി. ഇനി അടുത്ത ആഴ്ചയിൽ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം മുഖവരെയാണ്. പിന്നെ ഈ പുസ്തകം പഠിക്കുന്നതുകൊണ്ടുള്ള മറ്റു പ്രയോജനങ്ങൾ, അത് തുടങ്ങി നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ അടുത്ത ഭാഗം നമ്മൾ പഠിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ച വിഷയത്തോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാനിങ്ങനെ വാദോരാതെ പറഞ്ഞു പോയി, എനിക്കറിയാം അല്പം സ്പീഡിലാണ് ഞാൻ പോകുന്നത്. എന്നാൽ നിങ്ങൾക്ക് പിന്നെയും യൂട്യൂബിൽ കൂടെ കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് പഠിക്കുന്നവർക്ക് പിന്നെയും അത് കേട്ട് പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പക്ഷേങ്കിൽ നിന്റെ നോട്ടുകളും പ്രിയ കുഞ്ഞുങ്ങള് നിങ്ങൾക്ക് അതിൽ ഇട്ടു തരും. വേദ പഠിതാക്കൾക്ക് അത് പ്രയോജനപ്പെടുത്താവുന്നതും ആണ്. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഈ പഠനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹിതന്മാർക്ക്, മറ്റുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ നിങ്ങൾ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കണം. അവരും കൂടെ അടുത്ത ക്ലാസ്സിൽ കയറുവാനായിട്ട് ഉത്സാഹിപ്പിക്കണം. നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളിത് സെൻഡ് ചെയ്ത് മറ്റുള്ളവരെ കേൾക്കാനും കേൾപ്പിക്കുവാനും ഇടയായി തീർന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതിന് നിങ്ങൾക്ക് പ്രതിഫലം സ്വർഗത്തിൽ കിട്ടുമെന്നുള്ളത് ഓർക്കുക. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ഈ വേദപുസ്തകത്തിലെ ഈ മാർണീയ വിഷയങ്ങള് എനിക്ക് കർത്താവ് തന്നിട്ടുള്ള കൃപയ്ക്കനുസരിച്ച് പറയാൻ ശ്രമിക്കും. അറിയാമെങ്കിൽ പറയും, അറിഞ്ഞൂടായെങ്കിൽ അറിഞ്ഞൂടാന്ന് പറയും, അല്ലെങ്കിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നതുമാണ്. എല്ലാ ചോദ്യങ്ങൾ ഈ പഠിച്ച വിഷയത്തോടൊപ്പത്തിൽ വേഗത്തിൽ ചോദിക്കാവുന്നതാണ്. അൺമ്യൂട്ടിലാക്കിയിട്ട് ചോദിക്കണം.